മണ്ടയ്ക്കാട് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് പോയാൽ എങ്ങനെയിരിക്കും? അതിഭയങ്കരമായ തിക്കും തിരക്കും കാരണം അകത്തേക്ക് കയറാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഒരു 10-11 മണിക്ക് എത്തിച്ചേർന്നത് കൊണ്ട് വെയിലും ഒട്ടും കുറവില്ല. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒരുപോലെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. പാർവതി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. വർഷം തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മൺപുറ്റാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കുളച്ചൽ കടൽ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടലിലിറങ്ങി കാലൊക്കെ നനച്ച ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ. തമിഴ് മാസമായ മാസിയിലാണ് ഈ ഉത്സവം നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ്. ഇതിനെ മാസിക കൊട എന്നാണ് അറിയപ്പെടുന്നത്. 10ാം നാൾ വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് ജില്ലയിലൊക്കെ പ്രാദേശിക അവധിയുമായിരിക്കും. 7ാം നാളാണ് വലിയ പടുക്ക. അന്ന് വലിയ രീതിയിൽ പുഷ്പങ്ങളും ഫലങ്ങളും അപ്പം അട പോലുള്ള ഭക്ഷണങ്ങളും ഒക്കെ വെച്ച് നേദിക്കുന്നതാണ്. 9ാം ദിവസം ശ്രീകോവിലിൽ നിന്ന് വെള്ളിപ്പല്ലക്കിൽ എഴുന്നള്ളിക്കുന്ന ഉത്സവമൂർത്തി അമ്മന് മുന്നിൽ അഗ്നിവലയം എന്നറിയപ്പെടുന്ന പെരിയ ചക്കര തീവട്ടി ക്ഷേത്രത്തിന് ചുറ്റും ഘോഷയാത്രയായി കൊണ്ടുപോകും. 10ാം ദിവസമാണ് ഒടുക്ക് പൂജ. ശബരിമലയിലെ പോലെ തന്നെ ഇരുമുടിക്കെട്ടുമായി സ്ത്രീകൾ ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു. പൊങ്കാല അമ്മയുടെ ഇഷ്ട വഴിപാടാണ്. എല്ലാ സ്ത്രീകളും ഇവിടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. വഴിയിലെല്ലാം ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട്. അവർക്ക് നല്ല കച്ചവടവും കിട്ടാറുണ്ട് ഈ സമയങ്ങളിൽ. വഴിയോര കച്ചവടക്കാരെ കൂടാതെ ഒരുപാട് സ്റ്റാളുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ക്ഷേത്രമക സ്റ്റാളുകളും ഇതിനിടയിലുണ്ട്. ക്ഷേത്രത്തിന് വലിയ വിഗ്രഹമാണ്. മണ്ടയ്ക്കാട് ദേവി ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. വലിയ വിഗ്രഹമായതുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എവിടെ നിന്നാലും ദേവിയുടെ ദർശനം കിട്ടുന്നതാണ്. ഈ വിഗ്രഹം മൺപുറ്റാണെന്ന് പറഞ്ഞല്ലോ. ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് 2 പ്രാവശ്യം ഇതിൻ്റെ മേൽക്കൂര മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും മേൽക്കൂര അതിന് കറക്റ്റായിട്ട് വച്ചിട്ടില്ല. വെള്ളി രൂപങ്ങൾ വാങ്ങി നടക്കി വയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ കൈയോ കാലോ ഒക്കെ വയ്യാത്തവർക്ക് കൈയുടെയോ കാലിൻ്റെയോ ഒക്കെ വെള്ളി രൂപങ്ങളും അല്ലെങ്കിൽ ആൾ രൂപം തന്നെ വാങ്ങി സമർപ്പിക്കാവുന്നതാണ്. കുട്ടികളില്ലാത്തവർക്ക് തൊട്ടിൽ വാങ്ങി അവിടെ സമർപ്പിക്കാറുണ്ട്. പിന്നെ തലവേദനയൊക്കെ ഉള്ളവർക്ക് മണ്ടപ്പുറ്റ് നേദിക്കാറുണ്ട്. ഉത്സവ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ദേവിയുടെ ഐതിഹ്യം ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പുറംകാഴ്ചകളൊക്കെ കണ്ടു മടങ്ങാം. ഇനി നമുക്ക് കടൽ കാണാൻ പോകാം. ഇതാണ് മണ്ടയ്ക്കാട് കടൽ. ഇത് വലിയ തിരയായതുകൊണ്ട് കാല് മാത്രം നനയ്ക്കാൻ പറ്റി.